എങ്ങനെയാണ് വീടിനകത്ത് പാമ്പുകൾ വരുന്നത്? സ്വന്തം വീടിനകത്ത് ബെഡ്റൂമിനകത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ പാമ്പ് കടിയേറ്റിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു. 2 കുട്ടികൾക്ക് കടിയേറ്റു, ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. എങ്ങനെയാണ് വീടിനകത്ത് പാമ്പുകൾ വരുന്നത്? ഈ ഒരു ചൂടുകാലത്ത് പാമ്പുകൾ തണുപ്പുള്ള സ്ഥലത്ത് വന്ന് കിടക്കാം. ബാത്റൂമിൻ്റെ സൈഡിൽ, ബാത്റൂമിനകത്ത്, അതുപോലെ വീടിനകത്തോട്ടൊക്കെ പാമ്പുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെല്ലാം ചെയ്യുന്ന ചെറിയ ചെറിയ അശ്രദ്ധകൾ കൊണ്ടായിരിക്കാം പാമ്പുകൾ വീടിനകത്തും ബെഡ്റൂമിനകത്തൊക്കെ വരുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വീടിനകത്ത് ബെഡ്ഷീറ്റിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, തലേണയുടെ ചോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അലമാരക്കകത്ത് നിന്ന്, കിച്ചണിൽ നിന്ന്, അങ്ങനെ വീടിനകത്ത് നിന്നൊക്കെ പാമ്പുകളെ കിട്ടാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വീടിനകത്ത് കയറുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ജനാലകൾ നമ്മൾ ചൂടുകാലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേര് ജനാലകൾ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തുറന്നിട്ടിട്ട് കടന്നിറങ്ങുന്നവരുണ്ട്. അത് വലിയ അപകടങ്ങൾ വരും. ജനാലകൾക്കുള്ളിലൂടെ പാമ്പുകൾ അകത്ത് കയറാൻ വലിയ സാധ്യത തന്നെയുണ്ട്. അതുപോലെ തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറ്, പിന്നെ പ്രത്യേകിച്ച് വീടിൻ്റെ അടുക്കള ഡോറ് മിക്ക വീടുകളിലും ഗ്രില്ല് ടൈപ്പായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ അടിഭാഗത്ത് 1.5 മുക്കാലിഞ്ചൊക്കെ ഗ്യാപ്പ് ഉള്ളതായിട്ട് നമ്മൾ പല വീടുകളിലും റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൂടെയൊക്കെ സിമ്പിളായിട്ട് പാമ്പ് അകത്തോട്ട് കയറും, എവിടെയെങ്കിലും ഹൈഡായിട്ട് നിൽക്കും. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് പാമ്പിൻ്റെ കടി ഏൽക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീടിനോട് ചേർന്നിട്ടുള്ള മരങ്ങൾ, വീടിനോട് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. ഇതിലൂടെ പാമ്പ് അകത്തോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല വീടുകളിലും നമ്മൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പാമ്പ് എങ്ങനെ അകത്ത് കയറി എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അപ്പം പല വീടുകളിലും വീടൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു വിടാനായിട്ട് പുറത്തോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ ഒക്കെ പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. അത് പുറം ഭാഗത്ത് ഗ്യാപ്പ് ഇടാതെ അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് കൂടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സീക്കൂസ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടും.